പിതാവും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ 25-ാം അധ്യായം ഉൽപ്പത്തിയുടെ 25-ാം അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. അത് 25-ാം അധ്യായം ഇസ്ഹാക്കിൻ്റെയും റബേക്കായുടെയും ആ മക്കളുടെ കാര്യമാണ്. 25, 26, 27 ആ മക്കളുടെ പ്രത്യേകതകളൊക്കെയാണ് അതിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ പഠിച്ച അതിൻ്റെ ഇസ്ഹാക്ക് അവരുടെ ജനനം പഠിച്ചു. അപ്പം ഏസാവ് രോമക്കുപ്പായം ഇട്ടതുപോലെ ശരീരം മുഴുവനും രോമമായിട്ടാണ് ജനിച്ചത്. നല്ല ചുവപ്പ് നിറമായിരുന്നു. അതുകൊണ്ടാണ് ഏദോം അവരുടെ ഭാഷയിൽ ഹീബ്രുവിൽ ഏദോം എന്നുള്ള പേര്, ചുവപ്പ് എന്നുള്ള ആ പേരും കൂടെ കിട്ടി. അത് ഉറപ്പിക്കുന്നത് പിന്നീടാണ് ആ പേര്. അതായത് ചുവന്ന പായസത്തോടുള്ള ആ ഒരു അഭിനിവേശം ഉണ്ടായത്, അതേപ്പറ്റിയൊക്കെയാണ് ഇനി പറയുന്നത്. അപ്പോൾ കുട്ടികളെ നമ്മൾ അതിൽ കടിഞ്ഞൂൽ അവകാശം. അപ്പോൾ ആദ്യം പുറത്തു വന്നത് ഏസാവായിരുന്നു. ഏസാവിൻ്റെ കുതികാലിൽ പിടിച്ചും കൊണ്ടാണ് യാക്കോബ് പിന്നെ വന്നത്. കുതികാലിൽ പിടിച്ച് നിർത്തുന്നത് പോലെ അങ്ങനെയായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കാണും. അതായത് അപ്പോൾ യാക്കോബ് എന്ന് എന്നുള്ള ആ വാക്കിന് അർത്ഥം കുതികാലിൽ പിടിച്ച് ഇടുന്നവൻ, പിടിച്ച് അവൻ്റെ പോക്ക് തടയുന്നവൻ, വളർച്ച തടയുന്നവൻ, പിന്നെ സൂത്രങ്ങൾ പ്രയോഗിക്കുന്നവൻ, ക്ഷമയില്ലാത്തവൻ എന്നൊക്കെ അതിനകത്ത് ഒക്കെ ഉള്ള പല അർത്ഥങ്ങളുണ്ട്. സ്ഥാനം കൈക്കലാക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ, സ്ഥാനം കൈക്കലാക്കുന്നവൻ എന്നാണ്. അപ്പോൾ അത് ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ യാക്കോബ്, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവരാണ് ഇങ്ങനെ ഗോത്രപിതാക്കന്മാർ, നമ്മുടെ പിതാക്കന്മാരായിട്ട്, പൂർവ്വ പിതാക്കന്മാരായിട്ട് പറയും ദൈവജനത്തിൻ്റെ. പക്ഷേ ഇവിടെ നമ്മൾ ബൈബിളിലുള്ളൊരു മറ്റ് കാര്യങ്ങളെക്കാളും പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത് അവർ പിതാക്കന്മാരായിട്ട് നമ്മൾ അവരെ വണങ്ങുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ സ്മരിക്കുന്നത് അങ്ങനെയാണ്. യഹൂദജനം മുഴുവനും അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവേ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളും പ്രാർത്ഥനകളിൽ പറയാറുണ്ട്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ആ വ്യക്തികളാണെങ്കിലും ദൈവത്തിന് പ്രിയങ്കരായിരുന്നവരാണെങ്കിൽ അവരുള്ള കുറവുകളും കൂടെ ബൈബിളിൽ എടുത്ത് പറയുന്നുണ്ട്. മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പോലെയല്ല. അപ്പോൾ അവരുടെ നല്ല വശങ്ങൾ മാത്രമല്ല, അപ്പോൾ അവരുടെ കുറവുകളും കൂടെ പറയുന്നു. അതുകൊണ്ട് നമുക്ക് തീർത്തും ഇത് ശരിയായിട്ടുള്ള വസ്തുതയാണ്, ചരിത്രമാണ് എന്ന് നമുക്ക് തീരുമാനിക്കാൻ, ഉറപ്പിക്കാൻ കഴിയും. കാരണം ശരിയും തെറ്റും എല്ലാം ഉള്ളതുപോലെ അതുപോലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. മറ്റു ഗ്രന്ഥങ്ങളിൽ സാധാരണ നമ്മൾ നായകരുടെ, ഹീറോയുടെ ദോഷവശങ്ങളാരും പറയത്തില്ല. ഇവിടെ എല്ലാവരുടെ ന്യൂനതകളും എല്ലാം ഒരു വളച്ചൊടിക്കാതെ നേരെ തന്നെ നല്ലപോലെ തുറന്ന് വിസ്തരിച്ച് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ 25-ാം അധ്യായത്തിൽ 27-ാം വാക്യം, നമ്മൾ കുട്ടികൾ വളർന്നു വന്നു. ഏസാവ് വളർന്നു വന്നപ്പോൾ ഏസാവ് മൂത്തവൻ, നായാട്ടിൽ സമർത്ഥനായിരുന്നു, കൃഷിക്കാരനുമായിരുന്നു. അപ്പോൾ കൃഷിക്കാരനാണ്, നായാട്ടിൽ സമർത്ഥനായിരുന്നു. യാക്കോബ് ആകട്ടെ ശാന്തനായിരുന്നു, അവൻ കൂടാരങ്ങളിൽ പാർത്തു. അപ്പോൾ ശാന്തനായിരുന്നു, പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകുന്നില്ല, കൂടാരങ്ങളിൽ പാർത്തു. കൂടാരങ്ങൾ അമ്മയുടെ കൂടെയും ഒക്കെ ആയിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. അവർക്ക് മക്കൾക്കും വേറെ കൂടാരം ഉണ്ടായിരുന്നിരിക്കും. പ്രായമായപ്പോൾ ആണ് കൂടാരങ്ങളിൽ പാർത്തു എന്ന് പറയുന്നത്.
അപ്പോൾ അങ്ങനെ പക്ഷേ അധ്വാനിക്കുന്നതാരാ? ഏസാവാണ്. യാക്കോബ് അമ്മയുടെ പ്രിയപ്പെട്ട ഓമന മകനായിട്ട് അവിടെ ജീവിച്ചു. ജോലിയൊന്നും ഒന്നും ചെയ്യണ്ട. ഏസാവ് എല്ലാം അധ്വാനിച്ച്, വയലിലും അധ്വാനിച്ച്, പിന്നെ നായാട്ടിലെ ഇറച്ചിക്കും നായാട്ടിനൊക്കെ പോയി ഇറച്ചിയും കൊണ്ടുവരും, ഇതെല്ലാം ഒക്കെ ആയിട്ട് കഴിച്ച് സുഖിച്ച് അവിടെ ജീവിച്ചാൽ മതി. അമ്മ അങ്ങനെ വളർത്തുന്നതാണ്. അങ്ങനെ വളർത്തുന്ന മക്കളൊന്നും ഒരിക്കലും കുടുംബത്തിനും ശരിയാകത്തില്ല, സമൂഹത്തിനും ശരിയാകത്തില്ല. അതൊക്കെ ദോഷമായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം, 23-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഉദരത്തിൽ കിടന്നവർ മല്ലിട്ടപ്പോൾ എന്തുവായി സംഭവിക്കുന്നത്, എൻ്റെ ഗതി എന്തോ ആയി തീരുമെന്ന് റബേക്ക കർത്താവിനോട് ചോദിക്കുമ്പോൾ പറയുന്നതാണ്, മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും. അപ്പോൾ ഇളയവനാണ് അവിടെ ഹീറോ ആയിട്ട് വരുന്നത് എന്ന് കാണാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും റാഹേലിന് യാക്കോബിനോട് പ്രത്യേകമായ സ്നേഹം ഉണ്ടാകുന്നത്. കൂടുതൽ വളരുന്നവനോടെ കൂടുതൽ സ്നേഹിച്ച് അവിടെ നിർത്തും. അപ്പോൾ അവൻ ജോലിയൊന്നും ചെയ്യാതെ അങ്ങനെ മറ്റുള്ളവരുടെ വിയർപ്പിൻ്റെ ഫലമായിട്ടാണ് ആഹാരം കഴിച്ച് സുഖമായിട്ട് അവിടെ ജീവിക്കുക. അപ്പോൾ മറ്റുള്ളവരെ അങ്ങനെ അധ്വാനിക്കുന്നവരെ ഇഷ്ടമല്ലാതെയും വരിക. അതാണ് ഇവിടെ യാക്കോബ് ഏസാവിനോട് കാണിച്ചത്. അപ്പോൾ അവൻ കൂടാരങ്ങളിൽ പാർത്തു. അപ്പം എന്നിട്ട് വേട്ടയാടിക്കൊണ്ട് വന്നിരുന്ന മാംസം തിന്നാൻ കിട്ടിയിരുന്നതിനാൽ ഇസാക്ക് ഏസാവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. റബേക്കായ്ക്ക് യാക്കോബിനോടായിരുന്നു കൂടുതൽ സ്നേഹം. നോക്കണേ, എന്തെല്ലാം ദോഷമായിട്ടുള്ള കാര്യങ്ങളാണ്. മാതാപിതാക്കളെ ഇവർ രണ്ടുപേരും പ്രാർത്ഥനയുടെ ഫലമായിട്ട് കിട്ടിയ മക്കളാണ്. 20 വർഷം പ്രാർത്ഥിച്ചിട്ടാണ് 21 വർഷം ഈ മക്കൾ പ്രസവിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയാൽ കിട്ടിയ സന്താനങ്ങൾ ദൈവത്തിൻ്റെ സന്താനങ്ങളാണ്, ദൈവത്തിൻ്റേതാണ്. അത് ദൈവത്തിന് കൊടുക്കേണ്ടുന്നതാണ്. ദൈവത്തിന് അവരെ കൊണ്ട് പ്രത്യേകമായ ഉദ്ദേശങ്ങളുണ്ട്. ആ ഒന്നിനും 2 പേര് കൊടുത്തിട്ട് 2 പേരിലും കൊണ്ടും ദൈവത്തിന് പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശമുണ്ട്. അപ്പോൾ ഇതറിഞ്ഞ് മാതാപിതാക്കൾ എന്ത് ചെയ്യണം? അവരെ തരംതിരിച്ച് സ്നേഹിക്കുകയല്ല വേണ്ടിയത്, അവരെ ഒന്നിച്ച് വളർത്തണം. നല്ല കുടുംബനാഥരായി, ദൈവഭക്തരായി, ദൈവവിശ്വാസമുള്ളവരായി ജീവിക്കാൻ പഠിപ്പിക്കണം. അപ്പോൾ കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ് ഇവിടെ യാക്കോബിനെയാണ്, ഇളയവനെയാണ്. അവർ പക്ഷേ അത് മനസ്സിലാക്കിയിട്ടാണ് റബേക്ക കൂടുതൽ സ്നേഹിച്ചത്, അമ്മ കൂടുതൽ സ്നേഹിച്ചത് എന്ന് വേണം അനുമാനിക്കാൻ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യേണ്ടതാണ്? നമ്മൾ ആ തിരഞ്ഞെടുപ്പ് മൂത്തവനെയാണ് എടുക്കേണ്ടത്. കടിഞ്ഞൂൽ പുത്രനാണ്, യഹൂദരുടെ നടപ്പനുസരിച്ച് കടിഞ്ഞൂൽ പുത്രനാണ് കൂടുതലായ അവകാശവും അധികാരവും എല്ലാം. കുടുംബത്തിൻ്റെ അധികാരി അവനാണ്, അല്ല ഇളയവനല്ല വരുന്നത് അവരുടെ പാരമ്പര്യം അനുസരിച്ച്. അപ്പോൾ ഈ എല്ലാ മക്കൾക്കും ഓഹരി കൊടുക്കുമ്പോൾ കടിഞ്ഞൂൽ പുത്രന് കൊടുക്കുന്നത് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുന്നതിൻ്റെ 3 ഇരട്ടിയാണ്, 3 മടങ്ങാണ് കൊടുക്കുന്നത്. കുടുംബവും അവനായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതാണ് യഹൂദരുടെ രീതി. അപ്പോൾ അതനുസരിച്ച് വരുമ്പോൾ ഏസാവിനാണ് വരേണ്ടുന്നത്. ഏസാവിനെയാണ് ദൈവം മൂപ്പനെയാണ് തിരഞ്ഞെടുക്കേണ്ടുന്നത്. അതിന് പകരം ഇവിടെ അനുഗ്രഹങ്ങൾ കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ അതിന് പകരം ഇവിടെ യാക്കോബിനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടുന്നത്? ദൈവം ദാനമായിട്ട് തന്ന മക്കൾക്ക് ആരാണ് ദൈവത്തിന് പ്രിയങ്കരെന്നുള്ള ദൈവമാണ് നിശ്ചയിക്കുന്നത്, മാതാപിതാക്കളല്ല. അപ്പോൾ ദൈവത്തിന് അവരെ കൊണ്ട് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം സാധ്യമാകുന്നതിന് അതിനനുസരിച്ച് വേണം, അതിനനുരൂപമായിട്ട് വേണം മക്കളെ മാതാപിതാക്കൾ വളർത്തേണ്ടുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഉദ്ദേശ ലക്ഷ്യം സാധൂകരിക്കുന്നതിന് ഇവർ മാതാപിതാക്കൾ സഹായികളായിട്ടിരിക്കണം. ആ സഹായികളായിട്ട് നിൽക്കുകയാണ് വേണ്ടിയത്. അല്ലാതെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് അവരെ രൂപപ്പെടുത്തിയെടുക്കാൻ പാടില്ല.
ഇവിടെ ചെയ്തത് രണ്ടുപേരും അപ്പനും അമ്മയും ചെയ്തത് അത് വേറെയായിട്ടാണ്. ചെയ്യേണ്ടരുതാത്ത കാര്യങ്ങളാണ് ചെയ്തത്. രണ്ടുപേരും രണ്ടുപേരെയും മാറി മാറി പ്രത്യേകമായിട്ട് തരം തിരിച്ച് സ്നേഹിച്ചു, അവരുടെ ഇഷ്ടത്തിനാക്കി. എന്താ, മൂത്തവന് നല്ല സമർത്ഥനായ കൃഷിക്കാരനും നായാട്ടുകാരനുമായിരുന്നു. പിന്നെ ഇവിടെ യാക്കോബ് വീട്ടിനകത്ത് ശാന്തനായിട്ട് ഒതുങ്ങിക്കൂടുക എന്നുള്ള കാര്യമായിരുന്നു. അപ്പോൾ സൂത്രത്തിൽ ആഹാരമൊക്കെ കഴിച്ച് സുഭിക്ഷമായിട്ട് കഴിച്ച് അധ്വാനിക്കാതെ മേല് നോവാതെ ജീവിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ എന്നിട്ട് വേട്ടയാടിക്കൊണ്ടുവരുന്ന വന്നിരുന്ന മാംസം തിന്നാൻ കിട്ടുന്നത് കൊണ്ട് ഇസാക്ക് ഏസാവിനെ കൂടുതൽ സ്നേഹിച്ചു. അപ്പൻ സ്നേഹിച്ച് അതാണ് ഭക്ഷണപ്രിയം. അപ്പന് ആ രുചി, ഭക്ഷണപ്രിയം കൂടുതലായിപ്പോയി. അതുകൊണ്ടാണ് കൂടുതലായിട്ട് സ്നേഹിച്ചത്. അപ്പം മക്കളെ അങ്ങനെ തരംതിരിച്ച് സ്നേഹിച്ചാൽ പല ദോഷങ്ങളുമുണ്ട്. അവർ നന്നാകത്തില്ല, കുടുംബം നന്നാകത്തില്ല, സമൂഹത്തെ അത് ബാധിക്കും, അവരുൾപ്പെടുന്ന സമൂഹത്തിനും ആ ദോഷമായിട്ട് വരും. അപ്പോൾ അങ്ങനെ സ്നേഹിച്ചാൽ മക്കളെ 6 വിധത്തിലുള്ള ദോഷമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന്, മക്കൾ തമ്മിൽ അവർക്ക് അകൽച്ചയും വിരോധവും ഉണ്ടാകും, നീരസം ഉണ്ടാകും മക്കൾ തമ്മിൽ, അതായത് സഹോദരങ്ങൾ തമ്മിൽ. കാരണം അപ്പൻ ഒരാളെ സ്നേഹിക്കുന്നു, അമ്മ മറ്റൊരാളെ സ്നേഹിക്കുന്നു. അപ്പോൾ അവർ തമ്മിൽ തന്നെ നീരസമായി. അപ്പോൾ അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും തമ്മിൽ വ്യത്യാസമാണ്. അത് നിൻ്റെ മകൻ, അത് എൻ്റെ മകൻ എന്നുള്ള വ്യത്യാസം മാതാപിതാക്കളിലും ഉണ്ടാകുന്നു, അവരുണ്ടാക്കുന്നു. അപ്പോൾ മക്കൾ തമ്മിലായി, മാതാപിതാക്കളും തമ്മിലായി. ഇനിയും ഈ തെറ്റുകൾ, ഈ നീരസങ്ങളും ദോഷങ്ങളും അവരുടെ ആ ദൂഷ്യവശങ്ങളും എല്ലാം മക്കളും മാതാപിതാക്കൾ തമ്മിലും ഉള്ള ബന്ധത്തിലും ബാധിക്കുന്നു. അപ്പോൾ മക്കളിങ്ങനെ ആയില്ലേ, അപ്പോൾ മക്കൾ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ അത് കാണുന്നു. ഇവിടുത്തെ ഈ രീതിക്ക് കാണുമ്പോൾ ഒരു പക്ഷേ ഏസാവ് അമ്മയെ കൂടുതൽ സ്നേഹിച്ചിരിക്കാൻ വഴിയില്ല, കൂടുതൽ അപ്പനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ചിരിക്കാൻ വഴിയില്ല. കാരണം റബേക്കായ്ക്കും അങ്ങനെ ആയിരുന്നല്ലോ, അത്രയും സ്നേഹം ഇല്ലായിരുന്നു ഏസാവിനെ ഈ യാക്കോബിനെ സ്നേഹിക്കുന്ന പോലെ. അപ്പോഴതങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല. അമ്മ എപ്പോഴും ഒരു അല്പം നീരസത്തോടെ അവനെ കണ്ടിരുന്നു. സ്വന്തം മകനാണെങ്കിലും മറ്റവൻ്റെ അത്രയുമുള്ള സ്ഥാനം ഹൃദയത്തിന് കൊടുത്തിരുന്നില്ല. അപ്പോൾ ഇനി 4ാമതായിട്ട് കാണുന്നത് അവരുടെ ആത്മീയ വശങ്ങളിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വ്യത്യാസം ഉണ്ടാകും, വിള്ളലുണ്ടാകും. രണ്ടുപേരും ദൈവത്തിൽ നിന്ന് അകലാനിടയാകും. ആ മക്കൾ ഇങ്ങനെ മാറി മാറി സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും സാധിക്കാൻ അവരെ കൊണ്ട് പ്രാപ്തരാക്കേണ്ടുന്നതിന് പകരം അതിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധത്തിന് വ്യത്യാസം. ഇനി 5ാമത് കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള ആത്മീയ ബന്ധമാണ്. അപ്പനും അമ്മയും, അവർക്ക് ഈ മക്കൾക്ക് മാത്രമല്ല അപ്പനും അമ്മയ്ക്കും തന്നെ ആത്മീയ ബന്ധം മോശമായിട്ട് വരും. ഇനി 6ാമത്തേതായിട്ട് വരുന്നത് അവരുടെ ഈ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഈ നീരസങ്ങളും നിരാശകളും എല്ലാം ഇതുകൊണ്ട് അതിൻ്റെ ദോഷം അവർ ഉൾക്കൊള്ളുന്ന സമൂഹത്തിലും വരും. ഇവരെ കൊണ്ട് സമൂഹത്തിന് അതൊരു പ്രശ്നമാകും, ആ സമൂഹം എവർക്കും പ്രശ്നമായി മാറും. പ്രിയപ്പെട്ടവർ, അതാണ് നമ്മുടെ കാര്യത്തിനാണ് ഈ പറയുന്നത്. അവരുടെ കാര്യത്തിൽ അവർ മാത്രമായിട്ട് വളർന്നു. അതുകൊണ്ട് അവരുടെ ജോലിക്കാർ, ചാർച്ചക്കാർ അവരുമായിട്ട് മാത്രമായിട്ട് നോക്കിയാൽ മതി. അത് കുറച്ചൊരു സംഖ്യ ജനങ്ങളുണ്ടായിരുന്നു. അതാണ് അബ്രഹാമിൻ്റെ കാലത്ത് തന്നെ 500ഓളം പേരുണ്ടായിരുന്നു. അവരുടെ ദാസരായിട്ടും അവരുടെ ജോലിക്കാരുമായിട്ടും എല്ലാവരുമായിട്ടും ഒന്നിച്ച് പാർത്തിരുന്നു. അപ്പോൾ അവരോട് ഈ പ്രശ്നം ഇവിടെ ഉണ്ടാകും, അവർ തമ്മിൽ അങ്ങനെ തന്നെ. നമ്മളിന്ന് ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അപ്പോൾ പിൻതലമുറകളിൽ ഇത് എങ്ങനെ ഇതൊക്കെ ബാധിക്കും അതുകൊണ്ട് നമ്മൾ എങ്ങനെയായിരിക്കണം പിൻതലമുറയിൽ വരുന്ന മാതാപിതാക്കളും മക്കളും ആ സമൂഹവും എങ്ങനെ ആയിരിക്കണമെന്ന് കാണിക്കാനാണ്
നമുക്ക് ഒരു മാർഗദർശകമായിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മാർഗദർശകങ്ങളാണ് നമുക്ക് കാണിക്കുന്നത്. നമ്മുടെ ഈ പാതയിൽ, ജീവിത പാതയിൽ, വഴിയിൽ ഉള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഇത് ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളിവിടെ ജീവിക്കുന്നതിന്. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ നമ്മുടെ ഉൽപ്പത്തി ഈ 25, 26, 27 അധ്യായങ്ങൾ 3 ഇവർ തമ്മിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മക്കളെ തരംതിരിച്ച് സ്നേഹിച്ചാൽ ഞാൻ പറഞ്ഞു ഇതുപോലുള്ള 6 കൂട്ടം ദോഷങ്ങൾ അവർക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഇനി അടുത്തത് അപ്പോൾ പക്ഷേ അവർക്കത് തോന്നിയില്ല. കാരണം അപ്പന് ആഹാരം രുചിയായിട്ട് കിട്ടുന്നു. അവൻ തന്നെ ആയിരിക്കും പാചകം ചെയ്യുന്നത്, അല്ലെങ്കിൽ അമ്മയായിരിക്കും. ഏതായാലും അവൻ തന്നെ പാചകം ചെയ്തിരിക്കാനാണ് സാധ്യത. പിന്നെ ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അതായത് സാധാരണ എല്ലാ കുടുംബങ്ങളിലും അങ്ങനെയാണ്. നല്ല ആഹാരം ഉണ്ടാക്കി തരുന്ന ആരായാലും അവരെ കൂടുതൽ സ്നേഹം ഉണ്ടാകുക അവിടെ അവർ തമ്മിൽ തന്നെ. അപ്പം അമ്മ നല്ല ആഹാര സാധനമാണ് ഭാര്യ ചെയ്തു കൊടുക്കുന്നതെങ്കിൽ ഭർത്താവിനും മക്കൾക്കും കൂടുതൽ സ്നേഹം അമ്മയോടുണ്ടാകും മറ്റുള്ളവരെക്കാളും. അത് സാധാരണമാണ്. അതുപോലെയാണ് ഇവിടെ. അപ്പോൾ മനസ്സിനും നമ്മുടെ ശരീരത്തിനുമൊക്കെ സുഖം കിട്ടുന്ന രുചികരമായ ആഹാരം വിളമ്പുന്നവരോട് സാധാരണ എല്ലാവർക്കും അങ്ങനെ പ്രത്യേകമായ സ്നേഹം ഉണ്ടാകും. അത് ഇവിടെയും സംഭവിച്ചു. അല്ലാതെ ദൈവപുരുഷരായതുകൊണ്ട്, ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യരായതുകൊണ്ട് ഇങ്ങനെയുള്ള സ്വഭാവ വിശേഷങ്ങളൊന്നും ദോഷങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നല്ല. ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ളവരെയാണ് ദൈവം അതിനുവേണ്ടി അങ്ങനെ തിരഞ്ഞെടുത്ത് അവരെ നേരെ വഴിക്ക് കൊണ്ടുവന്ന് അവരെ തൻ്റെ ഉദ്ദേശകാര്യ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ദൈവദത്തമല്ലാത്ത, അപ്പോൾ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കണം, ദൈവദത്തമല്ലാത്ത ലൗകികമായ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ തൃപ്തിയാലുള്ള സ്നേഹവും അതുവഴി നേടുന്നതും ഒന്നും നിലനിൽക്കുകയില്ല. കാരണം ഇത് സാധാരണ രീതിയിലനുസരിച്ചാണെങ്കിൽ ഇങ്ങനെ വരാൻ പാടില്ല. പക്ഷെ അപ്പോൾ അത് ദൈവദത്തമല്ല. അപ്പോൾ അങ്ങനെയുള്ള ലൗകിക തൃപ്തി അല്ലെങ്കിൽ ശരീരത്തിൻ്റെ തൃപ്തി അതാണ് ഇവിടെ അവർക്ക് നിലനിന്നിരുന്നത്. ഇസ്ഹാക്കിന്, അപ്പന്, വീട്ടിൻ്റെ കാരണവർക്ക്, ഗൃഹനാഥന്. അപ്പോൾ അത് പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്നേഹം അവിടെ ഒരിക്കലും നിലനിൽക്കില്ല. അത് അനുഭവിക്കാൻ സാധിക്കില്ല. അത് ഒരുപാട് വിഷമതകളുണ്ടാകും. അത് അവർക്കിവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ടുള്ള അധ്യായങ്ങളിൽ നമുക്ക് അത് കാണാൻ സാധിക്കും. ഇവിടെ ഇനിയിപ്പം കാണാൻ പോകുന്നതും അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 29 ഒരിക്കൽ യാക്കോബ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഏസാവ് വിശന്ന് തളർന്ന് വയലിൽ നിന്ന് വന്നു. ഒരു ജോലി ചെയ്ത് അധ്വാനിച്ച് ഒരു കുടുംബത്തിന് വേണ്ടിയാണ്, അയാൾക്ക് സ്വന്തമായിട്ടല്ലല്ലോ. ആ കുടുംബത്തിന് വേണ്ടുന്നതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതാണ് അയാൾ, കൃഷിക്കാരൻ. അതിന് സഹായിക്കാൻ പോവുകയല്ല യാക്കോബ്. വീട്ടിൽ അമ്മയുടെ കൂടെ അവിടെ ഇഷ്ടപ്പെട്ട മോനായിട്ട്, ഓമന പുത്രനായിട്ട് അവിടെ കഴിയുകയാണ്. അപ്പോൾ അവിടെ വന്ന് ഈ പായസം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ, ഇങ്ങനെ ക്ഷീണിച്ച് വരുമ്പോൾ അവന് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നി. അപ്പോഴാണ് അവന് ഇഷ്ടപ്പെട്ട പായസം, ചുമന്ന പായസം, ഇവിടെ പറയുന്ന ആ ചുമന്ന പായസം ഞാൻ വിശന്ന് ചാകാറായി 32ാമത്തെ വാക്യത്തിൽ എനിക്ക് കുറച്ച് തരിക. ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. അതിനാൽ ചുമന്ന പായസം കൊണ്ട് അതിന് ഏതോമെന്ന് പേരുണ്ടായി. അപ്പോൾ എനിക്ക് കുറച്ച് തരിക, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് ക്ഷീണമായിട്ട്, അപ്പോൾ പായസത്തിന് നല്ല രുചിയായിരുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്തു? യാക്കോബ് പറഞ്ഞല്ലോ, കൗശലക്കാരനായിരുന്നു, തികഞ്ഞ കൗശലക്കാരൻ, 99%. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ നിനക്ക് തരാം, പക്ഷെ ഒരു കാര്യം ചെയ്യ്, അതിനു മുൻപ് ആദ്യം എന്നോട് ശപഥം ചെയ്യുക, നിൻ്റെ കടിഞ്ഞൂൽ അവകാശം എനിക്ക് തരിക എന്ന്. ശപഥം അത് തരിക. അപ്പം പറഞ്ഞ ഇത് നിൻ്റെ കടിഞ്ഞൂൽ അവകാശം എനിക്ക് വിട്ടു തരിക,
ഏശാവ് പറഞ്ഞ് ഞാൻ വിശന്ന് ചാകാറായി, അതൊക്കെ പിന്നീടാകട്ടെ, ഞാൻ ഇത് കഴിച്ചിട്ട് ഞാൻ ഒന്ന് സ്വസ്ഥമായിട്ട് വരട്ടെ, എൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ, ഞാൻ അധ്വാനിച്ചിട്ട് വരികയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കത്തില്ല. ആ കൗശലക്കാരനാണ്. അതുകൊണ്ട് പറഞ്ഞാൽ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, വിശപ്പുമൊക്കെ ഇപ്പോഴാണ് അവനെ പിടിക്കാൻ പറ്റിയത് എന്ന് യാക്കോബിന് മനസ്സിലായി. അപ്പോൾ അമ്മ ഉപദേശിച്ച് കൊടുത്തിരിക്കണം, എടാ മൂത്തവനാണ് എല്ലാം, അതുകൊണ്ട് നിനക്ക് അതിൻ്റെ താഴെയുള്ള അനുഗ്രഹങ്ങളേ ഉള്ളൂ എന്ന്. അപ്പോൾ ഇത് കൈക്കലാക്കാനുള്ള കൗശല ബുദ്ധി അവൻ്റെ മനസ്സിലുണ്ടായി, അമ്മയുടെ ആ വളർത്തു ഗുണം. അപ്പോൾ അങ്ങനെയാണ് അവൾ പറഞ്ഞു അതെല്ലാം അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് പറഞ്ഞു പറ്റത്തില്ല, വിശപ്പൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ആദ്യം ശപഥം ചെയ്യ്, സത്യം ചെയ്യ്, ശപഥത്തിൽ നിന്ന് പിന്നെ മാറാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ ഏസാവ് ശപഥം ചെയ്തു, മനസ്സിൽ വിചാരിച്ചു എൻ്റെ കടിഞ്ഞൂലവകാശം കൊണ്ട് എന്തോ പ്രയോജനം, അതുകൊണ്ട് അത് ഞാൻ നിനക്കങ്ങ് തന്നേക്കാം. കാരണം എനിക്ക് വിശന്ന് ചത്ത് കഴിഞ്ഞാൽ എൻ്റെ കടിഞ്ഞൂലവകാശം കൊണ്ട് എന്തുവാ, കടിഞ്ഞൂലവകാശമായിട്ട് ഞാൻ ചത്തു, പിന്നെ എനിക്ക് പ്രയോജനമുണ്ടോ? അതുകൊണ്ട് അതങ്ങ് കൊടുത്തേക്കാം, ഇപ്പം ക്ഷീണം മാറട്ടെ, ആരോഗ്യം ഉണ്ടാകട്ടെ ശരീരത്തിനും മനസ്സിനും എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തു. യാക്കോബ് അവന് അപ്പവും പയറ് പായസവും കൊടുത്ത് തീറ്റയും കുടിയും കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി. ആരാ? ഏസാവ്. അങ്ങനെ ഏസാവ് തൻ്റെ കടിഞ്ഞൂലവകാശം നിസ്സാരമായി കരുതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ കാണുന്നുണ്ട്, ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ എങ്ങനെയെങ്കിലും സ്ഥാനം നേടണമെന്നുള്ള ആ വാശി ഉണ്ടായിരുന്നു. ആടെ കുതികാലിൽ പിടിച്ചുകൊണ്ടാണ് ഗർഭപാത്രത്തിൽ നിന്ന് വെളിയിലോട്ട് വന്നത്. അപ്പോൾ ചതിയനാന്നൊക്കെയുള്ള ആ ഒരു വാക്ക് ആ യാക്കോബ് എന്നുള്ള അർത്ഥത്തിലുണ്ട്. പിന്നീട് ഏസാവ് പറയുന്നുണ്ട്, ഈ അനുഗ്രഹങ്ങളെല്ലാം തൻ്റെ അനുഗ്രഹങ്ങളെല്ലാം അവൻ തട്ടിയെടുത്തപ്പോൾ പറയുന്നുണ്ട്, ചുമ്മാ അല്ല ഇവൻ യാക്കോബ് എന്ന് പേരിട്ടത്, ഇവൻ ഇത്ര ക്രൂരനും കഠിന ഹൃദയനുമായി പോയല്ലോ എന്ന്. അപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, കടിഞ്ഞൂലവകാശം അതുകൊണ്ട് പാരമ്പര്യമായിട്ട് കിട്ടുന്നത് ദൈവദത്തമായ ഒരു അനുഗ്രഹമാണ്. പാരമ്പര്യമായിട്ട് പിതാക്കന്മാരിൽ നിന്ന് കിട്ടുന്നതാണ്, പക്ഷേ അത് ദൈവദത്തമാണ്. അത് ഇങ്ങനെ പാരമ്പര്യമായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ കടിഞ്ഞൂലവകാശം ദൈവദത്തമാണ്. അപ്പോൾ അത് പിതൃ സ്വത്താണ് പിതാവിൻ്റെ. അത് പാരമ്പര്യമായിട്ട് എല്ലാ പിതാക്കന്മാരുടെയും സ്വത്താണ് കടിഞ്ഞൂൽ പുത്രന് കൊടുക്കുന്നത്. കടിഞ്ഞൂൽ പുത്രന് കൊടുക്കുന്ന ആ സ്വത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അതാണ് ഇവിടെ വീണ്ടും വിചാരമില്ലാതെ കൊടുത്തത്. അപ്പം നമ്മൾ ലൗകിക ആവശ്യങ്ങൾക്ക്, ജഡത്തിൻ്റെ ശരീരത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ഏശാവിനെ കുറ്റം പറയുമായിരിക്കും. ഏശാവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതിനേക്കാളും അപ്പുറമാണ് നമ്മളുടെ ജനനം മുതൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞ് ദൈവവചനം കേട്ട് പഠിച്ച് നമ്മുടെ മനസ്സിലും നമ്മുടെ ബോധതലങ്ങളിലും എല്ലാം പറഞ്ഞിരിക്കുന്ന നമ്മൾ ദൈവതത്വമായിട്ടുള്ള എത്രയോ അനുഗ്രഹങ്ങളാണ് നമ്മൾ വിസ്മരിച്ച് നമ്മൾ വീണ്ടും ലൗകികതയുടെ പുറകെ ഓടിപ്പായുന്ന ഇന്നത്തെ നമ്മളെല്ലാവരും, ഈ മനുഷ്യരെല്ലാവരും. ഇന്നത്തെ യുവതലമുറയാണെങ്കിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 98% അങ്ങനെ തന്നെയാണ്. 98% പോട്ടെ, 2% ഞാനൊക്കെ പറഞ്ഞതുള്ളൂ, അത്രയൊന്നും ഇല്ല. 99% അങ്ങനെ തന്നെയാണ്. ലൗകിക സ്ഥാനമാനങ്ങൾ അതിനാണ് മുൻഗണന കൊടുക്കുന്നത്. അല്ല ദൈവിക കാര്യത്തിനല്ല, ദൈവത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടിയല്ല, എന്നിലൂടെ സാധിക്കാൻ വേണ്ടിയല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഏശാവിനെ കുറ്റം പറയാൻ പറ്റുമോ? നമ്മൾ അതിനേക്കാളും മിടുക്കരാണ്. നമ്മൾ എപ്പോഴും അത് ദൈവിക അനുഗ്രഹങ്ങൾ കളഞ്ഞിട്ട് നമ്മൾ പുറകെ പോവുകയാണ്. അപ്പം നമ്മളിത് മനസ്സിലാക്കി ഇങ്ങനെ പോകാതിരിക്കാനാണ് ഈ ഭാഗങ്ങൾ, നമ്മുടെ പിതാക്കന്മാരുടെ കാര്യങ്ങളാണെങ്കിലും അതിൽ ആ ദോഷവശങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ വരാതിരിക്കാനാണ്. പക്ഷേ നമ്മൾ അതങ്ങനല്ല ചെയ്യുന്നത്. വീണ്ടും അത് ദൈവത്തിനെപ്പോഴും ഏറ്റവും പുറകിലുള്ള ഒരു സ്ഥാനമുള്ള അത്യാവശ്യ കാര്യത്തിന് നമ്മളെ സഹായിക്കാനുള്ളവനാണ് ദൈവം എന്നുള്ള വിധത്തിലാണ് നമ്മളും ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ ലൗകിക ആ തൃപ്തിക്ക് വേണ്ടി ദൈവാനുഗ്രഹങ്ങൾ നമ്മൾ വിട്ടുകളയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ കൊടുത്താൽ ഇവിടെ ഏശാവ്, പിന്നെ നമ്മൾ 25, 26, 27 അധ്യായങ്ങളെല്ലാം കാണുന്നുണ്ട്. അത് ജീവിതകാലം മുഴുവൻ അവന് ദുഃഖമായിട്ട് മാറും. മുഴുവൻ അവൻ ആ അനുഗ്രഹം ഇല്ലാത്തവനായിട്ട് മാറും. അനുഗ്രഹങ്ങളെല്ലാം വിട്ടുകൊടുത്തു, എനിക്ക് വേണ്ട, ഇപ്പോഴെൻ്റെ വയറിൻ്റെ, എൻ്റെ ശരീരത്തിൻ്റെ തൃപ്തി അതാണ് അവിടെ കഴിച്ച്, ആഹാരം കഴിച്ച്, അതിനു വേണ്ടി ഇത്രയും ചെയ്തു. അപ്പം നമ്മൾ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പണയം വയ്ക്കാനല്ല,
നമ്മളെ ഇതെല്ലാം പണയം വയ്ക്കാൻ നമ്മളോട് ആരാ പറയുന്നത് ഇതെല്ലാം സാധിക്കാനായിട്ട്? സാത്താനാണ്, പിശാചാണ്. ദൈവം തന്ന അനുഗ്രഹങ്ങൾ നിനക്ക് ഇതെല്ലാം പിന്നെ ഉണ്ടായിക്കൊള്ളും. നീ ഇതെല്ലാം പോട്ടെന്ന് പോയി, ഇപ്പം നീ ഇതെല്ലാം നേട്, ഉദ്യോഗം നേട്, പഠനം നേട്, അല്ലെങ്കിൽ ഉദ്യോഗം നേട്, നീ അതിനു വേണ്ടി പുറകെ പായ്. ഇപ്പം ദൈവത്തിൻ്റെ അടുത്ത് ഇപ്പോൾ പോകുന്ന അതൊന്നും പ്രത്യേക കാര്യമില്ല. ഞായറാഴ്ചയായാലും വിശുദ്ധ ദിവസങ്ങളായാലും പഠിക്കുന്നതിന് പോകണം, ട്രെയിനിങ്ങിന് പോകണം, മറ്റുള്ള അതിൻ്റെ ഇടയ്ക്ക് അപ്പം പിന്നെ പ്രാർത്ഥന, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ വിശുദ്ധ കുർബാന, ഇതിനൊന്നും ആത്മീയ കാര്യങ്ങളിലൊന്നും അവിടെ അതൊക്കെ ഒരു ദിവസം അങ്ങ് മാറ്റി വെച്ചെന്നും കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതാണ് പ്രധാനം. അതായിക്കഴിഞ്ഞ് ഇതെല്ലാം നേടിക്കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം ചെയ്യാം എന്നുള്ളൊരു ഉപദേശം സാത്താൻ അവിടെ തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും അങ്ങനെ വിട്ടുപോകുന്നത്. രണ്ടാം സ്ഥാനമായിട്ട് ഏശാവ് കാണിച്ചതുപോലെ രണ്ടാം സ്ഥാനമോ അല്ലെങ്കിൽ മൂന്നാം സ്ഥാനമോ ആണ് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് നമ്മളെ കൊണ്ടുള്ള ഉദ്ദേശ ലക്ഷ്യത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാത്താന് ഇവിടെ യാക്കോബിന് പണയം വെച്ചതുപോലെ, ഏശാവ് പണയം വെച്ച പോലെ ഈ ദൈവം തന്ന അനുഗ്രഹങ്ങൾ പിന്നെ നമ്മൾ കാണാൻ ഒരുപാട് ദുഃഖിക്കുന്ന, കരഞ്ഞുണ്ട്, നിലവിളിക്കുന്നുണ്ട് ഏശാവ്. അപ്പോൾ ഇതെല്ലാം നമ്മളും അതുപോലെ തന്നെയാണ്. നമ്മൾ സാത്താനെ നമ്മൾ അടിമയാകുകയാണ്. സാത്താനെ ഏൽപ്പിച്ചിട്ട് ഇതെല്ലാം നമ്മുടെ ഈ ലോകത്തിൻ്റെ സുഖമൊക്കെ കൂടുതലായിട്ട് നമ്മൾ തരുന്നതും നമ്മളെ പ്രേരിപ്പിക്കുന്നതും പിശാചിൻ്റെ പണിയാണ്, സാത്താൻ്റെ പണിയാണ്. ദൈവത്തിൽ നിന്ന് അകറ്റണം, അതേ ഉള്ള അവന് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് സാത്താന് പണയം വയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്ന ഇതെല്ലാം. അങ്ങനെ സാത്താന് പണയം വയ്ക്കുന്നതിനല്ല ഇത്. അങ്ങനെ എന്നിട്ട് നമ്മൾക്ക് സാത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സുഖങ്ങളെല്ലാം, ഉയർന്ന ജോലി, ഉയർന്ന ശമ്പളം, ഉയർന്ന ജീവിത സൗകര്യങ്ങൾ മറ്റാർക്കും ഇല്ലാത്തതായ ഭക്തരായിട്ടും അല്ലെങ്കിൽ ദൈവകാര്യങ്ങളിൽ വ്യാപൃതരായിട്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട് കൂടെ, ഒന്നുമില്ലാത്ത അവനൊക്കെ കൊണ്ട് എന്തുവാ പ്രയോജനം ഇന്നത്തെ കാലത്ത്? ഈ ബാക്കിയുള്ള ഇതെല്ലാം നിനക്ക് നേടിക്കൂടെ? നിൻ്റെ മുൻപിൽ അവൻ വന്ന് നിന്നു വരും, നിൻ്റെ ഇന്ന് ആഗ്രഹിച്ചെന്ന് വരും, നിൻ്റെ ഇന്ന് ഉള്ള സഹായങ്ങളോ കാര്യങ്ങളോ ഒക്കെ. അപ്പോൾ ഇത് എന്ന് സാത്താൻ പ്രേരിപ്പിച്ച് അവന് ദൈവകാര്യങ്ങൾക്ക് എല്ലാം മാറ്റി നിർത്തുകയാണ്. അപ്പോൾ അങ്ങനെ സാത്താന് പണയം വെച്ചിട്ട്, സാത്താന് ഇതൊക്കെ പണയം വെച്ചിട്ടൊന്നും നേടാനില്ല. അവൻ അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും? ദൈവത്തിനെ അവൻ നമ്മൾ അന്യരായിത്തീരുകയാണ്. സാത്താന് അടിമയായിത്തീരും. സാത്താൻ അടിമയായിത്തീർന്ന് സാത്താനെ വിശ്വസിച്ച് സാത്താനെ കേട്ട് സാത്താൻ അടിമയായിത്തീരുന്നവൻ ദൈവത്തിന് അന്യനാണ്. അതിനാണോ നമ്മളെ കൊണ്ട് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മളെ നമ്മളെ വിചിന്തനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ റബേക്കായും യാക്കോബിനെ പോലെ തന്നെ കൗശലക്കാരിയായിരുന്നു. ആ അമ്മയിൽ നിന്നാണ് യാക്കോബിന് ഇതൊക്കെ കിട്ടിയത്. അല്ല, യാക്കോബിന് എവിടെ നിന്ന് കിട്ടാനാ? അപ്പോൾ അമ്മ ഇങ്ങനെ ഇളയവൻ്റെ ദാസനായിത്തീരും മൂത്തവൻ എന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ തന്നെ അവളുടെ മനസ്സിൽ തൃപ്തിയായി. ഇനി എങ്ങനെയെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് പാരമ്പര്യമായിട്ട് കിട്ടേണ്ടുന്ന അനുഗ്രഹങ്ങളും അവകാശങ്ങളും എല്ലാം കൈക്കലാക്കണം. അത് എൻ്റെ പ്രിയപ്പെട്ട ഇളയ മോന് വേണ്ടി മാറ്റണം എന്നുള്ള കൗശലം ഉണ്ടായിരുന്നു. അതിനുള്ള ഉപദേശങ്ങൾ കൊടുത്തിരുന്നു, ബുദ്ധികളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മൾ ദൈവത്തിന് മുൻപിൽ അന്യരായി തീരാതെ, സാത്താൻ്റെ അടിമകളായി തീരാതെ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി തീരാൻ, നമ്മളിൽ കൂടി നിറവേറുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ, അതുപോലെ നമ്മുടെ മക്കളുടെ ജീവിതങ്ങളെ ദൈവം ഉദ്ദേശിച്ച രീതിയിൽ അവരായി തീരട്ടെ എന്നുള്ള രീതിയിൽ വേണം അവരെ വളർത്താൻ. എന്നും പണ്ട് ലൗകിക സമ്പത്തൊന്നും വേണ്ടെന്നല്ല, ഇത് പഠിക്കേണ്ട, വിദ്യാഭ്യാസം നേടണ്ടെന്നല്ല, ഉയർന്ന നിലയിൽ തന്നെ എത്തണം, അതിനുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കണം, നല്ല ശമ്പളം ഉണ്ടാകണം, നല്ല രീതിയിലുള്ള ജീവിതം ഉണ്ടാകണം. പക്ഷേ ദൈവത്തിന് അവിടെ ഒന്നാം സ്ഥാനം കൊടുത്താൽ, ദൈവാനുഗ്രഹത്തിന് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്നുള്ള ഒന്നാം സ്ഥാനം കൊടുത്താൽ ദൈവം ഇതെല്ലാം താൻ ചോദിക്കാതെ കിട്ടും. നമ്മുടെ സുവിശേഷത്തിൽ പറയുന്നില്ലേ, ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, അമർത്തി എല്ലാം ഉപേക്ഷിച്ച് മാറ്റി നിർത്തി ദൈവത്തിന് വേണ്ടി എല്ലാം മാറ്റി നിർത്തി ദൈവത്തിൻ്റെ കാര്യത്തിന് പ്രധാന സ്ഥാനം കൊടുത്താൽ നിനക്ക് അമർത്തി കുലുക്കി ഒരളന്നാണ് നിൻ്റെ മടിയിലിട്ട് തരുന്നത്. ഇതെല്ലാം മാറ്റി നിർത്തി ഉപേക്ഷിച്ചാൽ എന്താ പറയുന്നത്? അതുപോലെ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, എന്താ
പത്രോസ് ചോദിച്ചപ്പോൾ പറയണം ഞങ്ങളിതെല്ലാം ഉപേക്ഷിച്ചില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് എന്തുവാ കിട്ടുന്നത്? ആര് ഉപേക്ഷിച്ചാൽ എന്ത് ചെയ്താലും ദൈവത്തിന് വേണ്ടിയാണ് ചെയ്തെങ്കിൽ അവന് 100 മടങ്ങ് 100 ഇരട്ടി, 1 ഇരട്ടിയൊന്നുമല്ല 100 ഇരട്ടിയായിട്ട് അതിൻ്റെ ഗ്രേസ് മാർക്കും കൂടെ ചേർത്ത് നിനക്ക് കിട്ടും. ദൈവകാര്യം അഭ്യസിക്കാൻ പോയാൽ, ദൈവത്തിൻ്റെ ജ്ഞാനം അഭ്യസിക്കാൻ പോയാൽ മറ്റേ ജ്ഞാനത്തെക്കാളും നിനക്ക് 100 ഇരട്ടി കിട്ടും. അതിന് നിൻ്റെ അടുത്ത ജീവിതത്തിൽ നിനക്കൊരു ഗ്രേസ് മാർക്കും കൂടെ അതിനകത്ത് കിട്ടും. അത് മറ്റുള്ളവരെല്ലാം കവച്ച് വയ്ക്കുന്നതായിരിക്കും. അവിടുത്തെ സ്ഥാനം സ്വർഗത്തിൽ. അതാണ് ഇവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് മുഴുവനായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മുഴുവനായിട്ട് കേൾക്കണം. കേട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. 25-ാം അധ്യായം നമ്മൾ അത് തീർന്നു. അടുത്ത ഇനി 26-ാമത്തെ അധ്യായമാണ്. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കേട്ട് മറ്റുള്ളവർക്കിത് പങ്കുവെച്ച് കൊടുക്കണം, ഷെയർ ചെയ്യണം. നിങ്ങളിത് നല്ലപോലെ അത് മുഴുവനായിട്ട് കേട്ട് ഒന്ന് വിചിന്തനം ചെയ്യണം. എന്ന് പറഞ്ഞാൽ ചിന്തിക്കണം. ദൈവം അതിന് കേൾക്കുന്നവരെയും നിങ്ങളെ എല്ലാവരെയും എന്നെയും അതിന് പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു.